നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫംഗ്ഷൻസിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടീഷൻസും അതുപോലെ തന്നെ എക്സാമ്പിൾസും ഒക്കെ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി, മെട്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പുതിയൊരു ക്വാണ്ടിറ്റിയാണ് റോൺസ്കിയൻ. അപ്പോൾ എൻ ഫംഗ്ഷൻസ് F1 F2 എക്സെട്ര Fn എൻ ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ ഒരു പ്രത്യേകത, അവരുടെ എല്ലാം n-1th ഓർഡർ ഡെറിവേറ്റീവ് വരെ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു ഡിറ്റർമിനൻറ്റ് ഒരു n/n മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. n ഫംഗ്ഷൻസ് ആണുള്ളതെങ്കിൽ നമുക്കൊരു n/n ഡിറ്റർമിനൻ്റ് ആണ് കിട്ടുക. അതിൽ ഫസ്റ്റ് റോയിലെ ആ ഫംഗ്ഷൻസ് F1 F2 എക്സെട്ര Fn, സെക്കൻഡ് റോയിൽ അവരുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് F1 ഡാഷ് F2 ഡാഷ് എക്സെട്ര Fn ഡാഷ്, തേർഡ് റോയിൽ അവരുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് F1 ഡബിൾ ഡാഷ് F2 ഡബിൾ ഡാഷ് എക്സെട്ര Fn ഡബിൾ ഡാഷ്. ഇനി ലാസ്റ്റ് റോ, അതായത് nth റോയിൽ അവരുടെ n-1th ഡെറിവേറ്റീവ് F1 റേസ് ടു n-1 ഓഫ് എക്സ് എക്സെട്ര Fn റേസ് ടു n-1 ഓഫ് എക്സ്. ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു F1ൻ്റെ n-1th ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതാണ് n ഫംഗ്ഷൻസ് F1 F2 എക്സെട്ര Fnൻ്റെ റോൺസ്കിയൻ. ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: W ഓഫ് F1 F2 എക്സെട്ര Fn. ഇത് ജനറൽ കേസ് ആണ്. നമുക്ക് കൂടുതലായിട്ട് ഡീൽ ചെയ്യാൻ വരുന്നത് n=2 അതുപോലെ തന്നെ n=3 നമുക്ക് ആ പർട്ടിക്കുലർ കേസസ് നോക്കാം. n=2 ആകുമ്പോൾ അവിടെ രണ്ട് ഫംഗ്ഷൻസ് F1 F2, സോ 2/2 ആയിരിക്കും ഫസ്റ്റ് റോയിൽ F1 F2. ദെൻ സെക്കൻഡ് റോയിൽ അവരുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് F1 ഡാഷും F2 ഡാഷും. ഈ മൂന്ന് ഫംഗ്ഷൻ ആകുമ്പോൾ 3/3 ആവും. ഫസ്റ്റ് റോയിൽ F1 F2 F3 അതുപോലെ തന്നെ ദെൻ അവരുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് F1 ഡാഷ് F2 ഡാഷ് എക്സെട്ര F3 ഡാഷ്. ദെൻ തേർഡ് റോയിൽ F1 ഡബിൾ ഡാഷ് F2 ഡബിൾ ഡാഷ് F3 ഡബിൾ ഡാഷ്. ഈ രണ്ട് കേസസ് ആണ് നമുക്ക് ഡീൽ ചെയ്യാനുണ്ടാവുക. എക്സാമ്പിൾസ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് വരുന്ന ഫങ്ഷൻസ് റോൺസ്കിയൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കുന്നത്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണ് ക്രൈറ്റീരിയൻ ഫോർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ്. ഇപ്പോൾ y1 y2 എക്സെട്ര yn nth ഓർഡർ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള തന്നെയാണ്. ജനറൽ ഫോം n ഓഫ് എക്സ് ഇൻറ്റു ഡി റേസ് ടു n y ബൈ ഡി എക്സ് റേസ് ടു n plus n-1 of x d raised to n-1 y by dx raised to n-1 plus etc. a1 of x into dy by dx plus a0 of x into y equal to 0. ഇതാണ് nth ഓർഡർ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം. അപ്പോൾ അതിൻ്റെ n സൊല്യൂഷൻസ്, നമുക്ക് n സൊല്യൂഷൻസ് വേണം. ഏതാണ് ഓർഡർ അത്രയും സൊല്യൂഷൻസ് വേണം. y1 y2 എക്സെട്ര yn അതിൻ്റെ n സൊല്യൂഷൻസ് ആണെന്ന് വിചാരിക്കുക. ഇനി ആ സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആവാനുള്ള കണ്ടീഷൻ, ഒരു ഇൻ്റർവെൽ, ഏതെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവെൽ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവെല്ലിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കണ്ടീഷൻ അവരുടെ റോൺസ്കിയൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റർവെല്ലിലെ ഒറ്റ പോയിൻറ്റ്സിലും അത് 0 വരാൻ പാടില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിൽ 0 വന്നാൽ പിന്നെ എന്തായാലും എല്ലാ പോയിൻറ്റ്സിലും 0 വരും. അപ്പോൾ ആ ഇൻ്റർവെല്ലിലെ ഒരു പോയിൻറ്റിലും ഈ ഫങ്ഷൻസിൻ്റെ, ഈ സൊല്യൂഷൻസിൻ്റെ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഫങ്ഷൻസ്, അതായത് y1 y2 എക്സെട്ര yn അവർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണെന്ന് പറയും. അപ്പോൾ ഇതാണ് നമുക്കുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മളിനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ റോൺസ്കിയൻ ആണ് കണ്ടുപിടിക്കുക. റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ അടുത്ത ഡെഫിനിഷൻ, ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് y1 y2 എക്സെട്ര yn ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇതാണ് നമ്മുടെ 2 എന്നുള്ള ഇക്വേഷൻ. ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്ന ഇക്വേഷൻ ആയിരുന്നു. ഞാനിതിനെ 2 എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ y1 y2 എക്സെട്ര yn ഈ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള n സൊല്യൂഷൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സെറ്റ് ഓഫ് ഫങ്ഷൻസിനെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ്, ഏതാണ് ഇൻ്റർവെല്ലിലെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് വിളിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഈ യൂണിക് വേയിലല്ല y1 y2 എക്സെട്ര yn കണ്ടുപിടിക്കാൻ സാധിക്കുക.
നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു y1 സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ എല്ലാ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസും സൊല്യൂഷൻ ആയിരിക്കും. സോ നമുക്ക് ഡിഫറെൻറ്റ് ചോയ്സസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെയും n സൊല്യൂഷൻസ് അവർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള n സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് സൊല്യൂഷൻസിനെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ്, ആ ഇൻ്റർവെല്ലിലെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് വിളിക്കും. ഇനി ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. y1 y2 എക്സെട്ര yn ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ്റെ, അതായത് ഇവർ സൊല്യൂഷൻ ആയിരിക്കണം, അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതിനുള്ള കണ്ടീഷൻ റോൺസ്ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരെ നമ്മൾ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് വിളിക്കും. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ, അതായത് നേരത്തെ പറഞ്ഞ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ഇങ്ങനെയാണ് വരിക. y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 പ്ലസ് എക്സെട്ര പ്ലസ് cn yn. c1 c2 എക്സെട്ര cn എല്ലാം ആർബിട്രറി ആയിട്ടുള്ള കോൺസ്റ്റൻസ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതുന്നത്. ഈ ഒരു ഫോർമാറ്റിലാണ്. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഹോമോജിനസിൻ്റെ കേസിൽ c1 y1 ഓഫ് എക്സ് പ്ലസ് c2 y2 ഓഫ് എക്സ്, ഈ ഒരു ഫോമിലാണ് നമ്മളുടെ എല്ലാ സൊല്യൂഷൻസും വന്നിട്ടുണ്ടായിരിക്കുക. ചില കേസിൽ ബ്രാക്കറ്റ് ടൈപ്പ് കോംപ്ലക്സ് റൂട്ട്സിൻ്റെ കേസിൽ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ കിട്ടും. e raised to alpha x ഇൻറ്റു എന്നുള്ള മോഡലിലാവും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിങ്ങനെ എഴുതാം, c1 ഇൻറ്റു e raised to alpha x ഇൻറ്റു cos ബീറ്റ x. അപ്പോൾ അവിടെ e raised to alpha x ഇൻറ്റു cos ബീറ്റ x ആണ് y1. ഇനി c2 ഇൻറ്റു e raised to alpha x ഇൻറ്റു sin ബീറ്റ x, അതാണ് y2. ആ c2 കളഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് y2. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഓർഡറിൻ്റെ കേസിലാണെങ്കിലും തേർഡ് ഓർഡറിൻ്റെ കേസിലാണെങ്കിലും, തേർഡ് ഓർഡറിലാവുമ്പോൾ c1 y1 പ്ലസ് c2 y2 പ്ലസ് c3 y3 ഈ ഒരു ഫോർമാറ്റിലായിരിക്കും സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തിയറീസ് ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ജനറലി ഇങ്ങനെയാണ് വരിക. പിന്നെ നമ്മുടെ ആ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻസ് എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇത് അതിന് മുൻപ് ഉള്ള ഒരു സെക്ഷനാണ്. കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ ഉള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ പെൻഡിങ്ങിന് ഇട്ടതായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെയും എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിളായിട്ട് y1 ഈക്വൽ ടു e റേസ് ടു 3x, അതുപോലെ y2 ഈക്വൽ ടു e റേസ് ടു മൈനസ് 3x ആർ ബോത്ത് സൊല്യൂഷൻസ് of the homogeneous linear differential equation y double dash minus 9y equal to 0. നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. വേണമെങ്കിൽ ഒരെണ്ണം ഞാൻ ചെയ്യാം. ഇവിടെ y1 ഡാഷ് വരുന്നത് e raised to 3x into 3, അപ്പോൾ 3e raised to 3x എന്ന് വരും. y1 ഡബിൾ ഡാഷ് വരുന്നത് ഇൻറ്റു 3യും കൂടി വരും, 9e raised to 3x എന്നാവും. ഇനി ഈ ഇക്വേഷനിൽ വൈക്ക് പകരം y1 ഡബിൾ ഡാഷ് y1 റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ y1 ഡബിൾ ഡാഷ് മൈനസ് 9y1 എന്താ വരിക നോക്കാം. y1 ഡബിൾ ഡാഷ് 9e raised to 3x മൈനസ് 9 ഇൻറ്റു e raised to 3x 0 എന്ന് കിട്ടും. അപ്പോൾ y1 ഇതിൻ്റെ സൊല്യൂഷനാണ്. സിമിലർലി y2 ഇതിൻ്റെ സൊല്യൂഷനാണ്. ഇനി നമുക്കിത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അതോ ഡിപ്പെൻഡൻ്റ് ആണോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇവരുടെ രണ്ടുപേരുടെയും w ഓഫ് y1 y2 നമുക്ക് കണ്ടുപിടിക്കാം. റോൺസ്കിയൻ കണ്ടുപിടിക്കാം. അപ്പോൾ y1 y2 y1 ഡാഷ് y2 ഡാഷ് e raised to 3x y1, e raised to minus 3x ആണ് y2. then y1 ഡാഷ് ഇതിൻ്റെ ഡെറിവേറ്റീവ് 3e raised to 3x, ഇവിടെ മൈനസ് 3e raised to minus 3x. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ നിങ്ങൾക്കറിയാം. മൈനസ് 3 ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത്, ഈ മൈനസ് 3 ഇൻറ്റു e raised to minus 3x, e raised to 3x ഇൻറ്റു e raised to minus 3x, ഏതായാലും ഒരുപോലെ തന്നെ e raised to 3x ഇൻറ്റു e raised to minus 3x മൈനസ് 3 ഇൻറ്റു e raised to minus 3x ഇൻറ്റു e raised to 3x.
അപ്പോൾ നമുക്കറിയാം ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു 3x ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3x എന്ന് പറയുമ്പോൾ ഇ റേസ് ടു 3x പ്ലസ് മൈനസ് 3x ഇ റേസ് ടു 0 എന്ന് വരും, അതായത് 1. അപ്പോൾ ഇവിടെ -3 ഇൻറ്റു 1. എഗെയിൻ ഇവിടെ -3 ഇൻറ്റു ഇവിടെയും ഇ റേസ് ടു 0 എന്ന് വരും, 1. അപ്പോൾ -3 -3 -6 എന്ന് കിട്ടും, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും കിട്ടും y1 ആൻഡ് y2. അവിടെ രണ്ട് സൊല്യൂഷനേ ഉള്ളൂ, ആർ LI, അതായത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ y1ഉം y2ഉം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആയതുകൊണ്ട് സെറ്റ് y1 y2, അതായത് സെറ്റ് ഇ റേസ് ടു 3x ഇ റേസ് ടു മൈനസ് 3x, therefore set e raised to 3x comma e raised to minus 3x is a fundamental set of solution of y double dash minus 9y equal to 0 on any interval. ഏത് ഇൻ്റർവെൽ ആണെങ്കിലും കുഴപ്പമില്ല, ഫോർ ഓൾ എക്സിന് ഇത് ട്രൂ ആണ്, -∞ to ഇൻഫിനിറ്റി തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ്. ഇനി ഇത് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2. ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ y1 y2 എക്സെട്ര yn. ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 പ്ലസ് എക്സെട്ര പ്ലസ് cn yn. ഇവിടെ രണ്ട് ഫംഗ്ഷൻസേ ഉള്ളൂ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, y ഡബിൾ ഡാഷ് ആണ്. സോ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് y1 y2. അങ്ങനെ രണ്ട് സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണ്. ദെൻ ഇതിങ്ങനെ വരും c1 e raised to 3x പ്ലസ് c2 e raised to minus 3x. ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഞാൻ വേറൊരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് എടുക്കാം. y1 ഈക്വൽ ടു ഇ റേസ് ടു 3x, y2 ഈക്വൽ ടു 5 ഇ റേസ് ടു 3x. ഇത് രണ്ടും ഇതിൻ്റെ സൊല്യൂഷൻ ആവും. ഞാൻ y2ൻ്റെ കേസിലേക്ക് കാണിച്ചു തരാം. y2 ഡാഷ് എന്നുള്ളത് 5 ഇൻറ്റു 3 15 ഇ റേസ് ടു 3x. y2 ഡബിൾ ഡാഷ് വരുമ്പോൾ ഒരു ഇൻറ്റു 3 കൂടിയും വരും, 45 ഇ റേസ് ടു 3x. ദെൻ y2 ഡബിൾ ഡാഷ് മൈനസ് 9 ഇൻറ്റു y2. ഈ കേസിലെ y2 ഡബിൾ ഡാഷ് 45 ഇ റേസ് ടു 3x ഇൻറ്റു 9 ഇൻറ്റു 5, അത് 45 ആണ്, മൈനസ് 45 ഇ റേസ് ടു 3x എന്ന് കിട്ടും, 0 എന്ന് കിട്ടും. therefore y2 is also a solution. അപ്പോൾ y2 ഇതിൻ്റെ സൊല്യൂഷൻ ആണ്. ഇനി ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ നോക്കാൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. രണ്ട് ഫംഗ്ഷൻസിൻ്റെ കേസിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണിത്. സോ ഇതെന്തായാലും ലീനിയർലി ഡിപെൻഡൻ്റ് ആയിരിക്കും. എന്നാലും നമുക്കത് റോൺസ്കിയൻ വെച്ചിട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. w ഓഫ് y1 y2 ഈ കേസിൽ ഇ റേസ് ടു 3x 5 ഇ റേസ് ടു 3x. ദെൻ ഇവരുടെ ഡെറിവേറ്റീവ് ഇവിടെ 3 ഇ റേസ് ടു 3x, ഇവിടെ 15 ഇ റേസ് ടു 3x. ദെൻ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ഇവിടെ 15 ഇ റേസ് ടു 3x ഇൻറ്റു ഇ റേസ് ടു 3x, അവിടെ 5 ഇൻറ്റു 3 15 തന്നെ വരും, ഇ റേസ് ടു 3x ഇൻറ്റു ഇ റേസ് ടു 3x. അപ്പോൾ 15 ഇ റേസ് ടു 6x മൈനസ് 15 ഇ റേസ് ടു 6x 0 എന്ന് കിട്ടും. സോ y1 ആൻഡ് y2 ആർ linearly dependent solutions. Hence, set y1 y2 e raised to 3x 5 e raised to 3x is not a fundamental set of solution. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. y1 എന്നുള്ളത് നേരത്തെ ഇ റേസ് ടു 3x ആയിരുന്നു, ഇവിടെ ഞാൻ 2 ഇ റേസ് ടു 3x എന്ന് എടുക്കുന്നു. y2 എന്നുള്ളത് ഒരു 1/2 അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് -4 ഇ റേസ് ടു -3x. ഈ കേസിൽ ഇത് രണ്ടും സൊല്യൂഷൻസ് ആണെന്ന് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. സൊല്യൂഷൻസ് ആണ്.
ഇവരുടെ റോൺസ്കിയൻ കണ്ടുപിടിക്കുമ്പോൾ ഒന്നൊന്നിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഒന്നും അല്ല. എന്നാൽ നമുക്ക് നേരത്തെ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇവിടെ 6e⁻³ എന്ന് വരും. ഇവിടെ 12 പ്ലസ് ആണ് വരിക, 12e⁻³ എന്ന് വരും. ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ഇവിടെ 24e⁻0, അപ്പോൾ അത് 1 ആയിരിക്കും. ഇവിടെ പ്ലസ് 6 × 4 മൈനസ്, ഓൾറെഡി ഇവിടെ ഒരു മൈനസ് കൂടി വരും. അപ്പോൾ 24 × 1, അപ്പോൾ 48 എന്ന് കിട്ടും, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇവരെ രണ്ടാളും സൊല്യൂഷൻസ് ആണ്, ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് സെറ്റ് 2e⁻³ minus 4e⁻³ ഈസ് another മറ്റൊരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ യൂണീക്ക് ഒന്നല്ല. നേരത്തെ പറഞ്ഞ അതേ സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ജനറൽ സൊല്യൂഷൻ ഇങ്ങനെ എഴുതാം. ഇൻ ദിസ് കേസ് ജനറൽ സൊല്യൂഷൻ ഇങ്ങനെ വരും. y equal to c1y1 into 2e⁻³ plus c2 into -4e⁻³ ഇവിടെ c1 ഉം c2 ഉം ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. സോ c1 × c2 വേണമെങ്കിൽ c1 തന്നെ എഴുതിയാലും മതി. അപ്പോൾ നമ്മുടെ പഴയതിലേക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് എത്തിക്കാം, ഇവിടെ c2 എന്ന് എഴുതിയാലും മതി. എങ്ങനെ നിർത്തിയാലും പ്രശ്നമൊന്നുമില്ല. സോ ഈ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് യൂണീക്ക് ഒന്നല്ല. സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷന്, ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് ഒരുപാട് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ മറ്റൊരു സെറ്റ് ഓഫ് സൊല്യൂഷൻ e⁻³ ഇതുപോലെ തന്നെ എഴുതി ഞാനിവിടെ -1/2e⁻³ ഇതും ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണ്. ഇതിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഇങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് 3 ഫങ്ഷൻസ്, അതായത് തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കേസ് എടുക്കാം. അടുത്തൊരു എക്സാമ്പിൾ, y1 equal to e⁻x, y2 equal to e⁻²x, y3 equal to e⁻3x. ഇതെല്ലാം 11 are solutions of y triple dash. അത് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. -6y dash y double dash plus 11y dash -6y equal to 0. ഇതെല്ലാം ഈ മൂന്നും ഇതിൻ്റെ സൊല്യൂഷനാണ്. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ റോൺസ്കിയൻ മാത്രം കാണുന്നു. w(y1, y2, y3) തേർഡ് ഓർഡർ ആണ്. സോ 3 ഫങ്ഷൻസ് ഉണ്ട്. ഡിറ്റർമിനൻ്റ് 3/3 ആയിരിക്കും. ആദ്യത്തേതിൽ y1, y2, y3. ഇനി ഇവരുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് y1 dash, y2 dash, y3 dash. y1 dash e⁻x തന്നെ, ഇവിടെ 2e⁻²x, ഇവിടെ 3e⁻3x. ഇനി ഇവരുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇതിൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ ഇവിടെ 4e⁻²x, ഇവിടെ 9e⁻3x. ഇനി 3/3 ഡിറ്റർമിനൻ്റ് നമുക്കറിയാവുന്നതാണ്. അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ആദ്യം e⁻6x എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഈ കോളം ഈ റോയും പോവും. ബാക്കി അവിടെ 2 × 9, ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത്. സോ 18e⁻5x minus 12e⁻5x. e⁻2x into e⁻3x, e⁻2x plus 3x, e⁻5x എന്ന് കിട്ടും ഇവിടെയും. ഓക്കെ, ദെൻ അടുത്തതിന് മൈനസ് e⁻2x ഇൻറ്റു ഇതും പോയി, ബാക്കി ഇത് ഇൻറ്റു ഇത്. അപ്പോൾ ഇങ്ങനെ വരും e⁻x ഇൻറ്റു 9e⁻3x. അപ്പോൾ 9e⁻4x മൈനസ് ഇത് ഇൻറ്റു ഇത് 3e⁻4x. ഇനി
ഇ റേസ് ടു 3x ഇൻറ്റു പ്ലസ് ഇ റേസ് ടു 3x ഇൻറ്റു ഇത് ഇൻറ്റു ഇത്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു 4 ഇ റേസ് ടു 2x എന്ന് പറയുമ്പോൾ 4 ഇ റേസ് ടു 3x മൈനസ് 2 ഇ റേസ് ടു 3x. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും ഇ റേസ് ടു എക്സ് ഇൻറ്റു 18 മൈനസ് ഇത് 6 ഇ റേസ് ടു 5x മൈനസ് ഇ റേസ് ടു 2x ഇൻറ്റു ഇവിടെ 6 ഇ റേസ് ടു 4x ദെൻ ഇവിടെ ഇ റേസ് ടു 3x ഇൻറ്റു 2 ഇ റേസ് ടു 3x. അപ്പോൾ ഇവിടെ 6 ഇ റേസ് ടു 6 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു 5x ഇ റേസ് ടു 6x ആണ്. ഇവിടെ മൈനസ് 6 ഇൻറ്റു ഇ റേസ് ടു 6x എന്ന് വരും. ഇവിടെ പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു 6x. അപ്പോൾ ഇത് രണ്ടും പോവും, ഈ രണ്ട് ടൈമും ക്യാൻസലാവും. 2 ഇ റേസ് ടു 6x എന്ന് കിട്ടും. ഇതൊരൊറ്റ എക്സിൻ്റെ വാല്യൂസിനും 0 വരില്ല. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇ റേസ് ടു 0 1 എന്നേ വരുള്ളൂ. നെഗറ്റീവ് വാല്യൂസ് വന്നാലും നമുക്ക് ഉത്തരം 0യിലേക്ക് എത്തില്ല, പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കിട്ടുള്ളൂ. നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. അപ്പോൾ therefore y1 y2 and y3 ഞാൻ സെറ്റായിട്ട് തന്നെ എഴുതുന്നു. ഈസ് എ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. y1 y2 എക്സെട്ര y3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണ്. ഏതാണ് ആ തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അത്. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് വരും C1 y ഈക്വൽ ടു C1 y1 പ്ലസ് C2 y2 പ്ലസ് C3 y3. അതായത് y ഈക്വൽ ടു C1 ഇ റേസ് ടു എക്സ് പ്ലസ് C2 ഇ റേസ് ടു 2x പ്ലസ് C3 ഇ റേസ് ടു 3x. ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ.